അപൂർവ റെക്കോർഡുമായി ദുൽഖർ. കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം ദുൽഖറിന്റെ ബോക്സ് ഓഫീസ് പവർ എല്ലാം പോയി എന്ന് കരുതിയിരുന്ന ചിലരെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാമായിരുന്നു. എന്നാൽ അതിന്റെ ആയുസ് വളരെ കുറവായിരുന്നു. മലയാളിക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത തെലുങ്കിൽ നായകനായി ദുൽഖർ കാണിച്ച മാസൊന്നും മറ്റൊരു മലയാള താരത്തിനും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. തിയേറ്റർ ബുക്കിംഗ് ലൈവായി ട്രാക്ക് ചെയ്യുന്നവരുടെ കണക്കിൽ ഇന്നാണ് ലക്കി ഭാസ്കർ 100 കോടി പിന്നിട്ടത്. മൂന്നാം ആഴ്ചയിലോടുന്ന ലക്കി ഭാസ്കറിന് 1 മണിക്കൂറിൽ 4000-ത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയത്. 2022 സീതാരാമത്തിലൂടെ 2 കോടിയുടെ കുറവിനാണ് 100 കോടി ക്ലബ്ബ് നഷ്ടമായത്. ഇന്നിതാ ലക്കി ഭാസ്കർ ഇറങ്ങിയ എല്ലാ ഏരിയയിലും വൻ ക്ലാഷ് ഉണ്ടായിട്ടും ഈ ഒരു ടൈപ്പ് പടം വെച്ച് 100 കോടി ക്ലബിലേക്കുള്ള എൻട്രി ദുൽഖർ നേടിയിരിക്കുകയാണ്. അതേസമയം താരത്തിന്റേതായി അണിയറിലൊരുങ്ങുന്ന പുതിയ സിനിമയാണ് സെൽവമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന തമിഴ് ചിത്രം കാന്ത. 1950കളിൽ തമിഴ്നാടിനെ പിടിച്ചുകുലുക്കിയ ലക്ഷ്മികാന്തൻ കൊലക്കേസ് ആസ്പദമാക്കിയാണ് കാന്ത ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തമിഴിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ MK ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനു മുൻപ് നാഗശ്വിൻ സംവിധാനം ചെയ്ത മഹാനടിയിൽ സൂപ്പർ സ്റ്റാർ ജമിനി ഗണേശനായും ദുൽഖർ എത്തിയിരുന്നു. 1934 മുതൽ 1960 വരെ സിനിമയിൽ സജീവമായിരുന്ന ജനപ്രിയ നടനും കർണാട്ടിക് ഗായകനുമായിരുന്നു MK ത്യാഗരാജ ഭാഗവതർ. സിനിമയിലെ അറിയാക്കഥകൾ സാധാരണക്കാർക്കിടയിൽ എത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ ലക്ഷ്മികാന്തന്റെ സിനിമ തൂത്ത് എന്ന വാരിക ത്യാഗരാജയും സുഹൃത്തും ചേർന്ന് പൂട്ടിച്ചിരുന്നു. എന്നാൽ മറ്റൊരു പേരിൽ പുതിയ വാരിക ആരംഭിച്ച ലക്ഷ്മികാന്തൻ ത്യാഗരാജ ഭാഗവതരെയും മറ്റു നടിമാരെയും വെച്ച് അപകീർത്തികരമായ കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായ ത്യാഗരാജ ലക്ഷ്മികാന്തനെ കൊലപ്പെടുത്തിയെന്നാണ് അന്നത്തെ കേസ്. ഇതേ തുടർന്ന് പോലീസ് ത്യാഗരാജയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾ കോർത്തിണക്കിയാണ് കാന്ത എന്ന സിനിമയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു കാന്ത പ്രഖ്യാപിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സിനിമയായിരിക്കും കാന്തയെന്ന് പ്രഖ്യാപന വേളയെ ദുൽഖർ പറഞ്ഞിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിൽ കാന്തയെപ്പറ്റി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ദുൽഖർ സംസാരിക്കുന്നത്. അവസാനഘട്ട ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന കാന്തയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.